ഹലോ. പലതന്തയ്ക്ക് മുമ്പേ ഉണ്ടായ ആൽബിയല്ലേ? പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല. നിങ്ങൾ അങ്ങനെ ഉണ്ടായാലെന്ന് എനിക്കറിയാം. അഖിൽമാരാണേ. അല്ല, നീ എന്താ ചോദിച്ചു? ആദ്യം എന്താ ചോദിച്ചു? അല്ല, പലതന്തയ്ക്ക് മുമ്പേ ഉണ്ടായ ആൽബിയല്ലേ? പക്ഷെ ഇന്ന് ഞാനങ്ങനെ പറയത്തില്ല. നാട്ടുകാരങ്ങനെ പറയുമായിരിക്കും, പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല കേട്ടോ. നീ ഭാര്യ അമ്മയെ വിറ്റ് ജീവിക്കുന്നവരെന്ന് നാട്ടുകാർ പറയും, പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല. എനിക്ക് നിന്നെ പറ്റി നല്ല അഭിപ്രായമാ. നീ എന്താ പറഞ്ഞല്ലേ? എനിക്ക് നിന്നെ പറ്റി നല്ല അഭിപ്രായമാ. നീ നല്ല അങ്ങനെ പോലത്തെ മനുഷ്യനാ. പിന്നെ പക്ഷെ നിന്റെ നാട്ടുകാർ നിന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് നീ പലതന്തയ്ക്ക് മുമ്പേ ഉണ്ടാവനാ, നീ അമ്മയും ഭാര്യയും വിറ്റ് ജീവിക്കുന്നവനാ, അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോടാ? അത് എടാ നിന്നെ വഴിയിലിട്ട് ആരെങ്കിലും തല്ലിക്കൊന്നാലോ? എനിക്കറിയത്തില്ല കേട്ടോ അതിനെ പറ്റിയൊന്നും. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. എനിക്കൊരു മൈരും ഇല്ലടാ മൈരേ. മര്യാദയ്ക്കും നീ ഇരിക്കുന്ന നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ചെവുക്കല്ല് അടിച്ച് പറിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഈ ചെവുക്കല്ല് ഞാൻ അടിച്ച് പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നവര് ഞാൻ മനസ്സിലായിട്ടെടുത്ത് നീ ഇവിടെ സ്വഭാവമല്ല. നീ മിണ്ടാതില്ല, പറയുന്ന കൂടെ കേൾക്കണം. നീ നീ ആൾക്കാരടുത്ത് പോയിട്ട് ഉണ്ടാക്കിയാൽ മതി. പറഞ്ഞോണ്ടിരുന്നത് നീ നാട്ടുകാർ നിനക്ക് സ്വന്തമായിട്ട് അഭിപ്രായമില്ലടാ. നിനക്ക് സ്വന്തമായിട്ട് അഭിപ്രായമില്ലടാ. പൊലയാളി മോനെ, ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും പെണ്ണിന്. ഞാനിപ്പോ തിരുവനന്തപുരത്ത് സൈബർ പോലീസ് ഓഫീസിൽ ശോഭ എനിക്കെതിരെ കൊടുത്ത പരാതിയുടെ ഭാഗമായിട്ട് വന്നിട്ട് പോയാളാം. ഞാൻ അവിടെ നിന്നപ്പോ CI എന്നോട് പറഞ്ഞത്, നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് ആൾക്കാർ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമന്റിനും പോസ്റ്റ് ഇടുന്ന ഉത്തരവാദിയായിരിക്കും. നീ ഇപ്പൊ ഈ ചാനൽ നടത്തി വിവരിക്കണമല്ലോ, എന്റെ ഭാര്യയും എന്റെ 2 പെൺമക്കളെയും അമ്മയും ചേർത്ത് പറഞ്ഞൊരു കാര്യം. ഇതിനെതിരെ എന്റെ പെൺകുട്ടികളെ പറഞ്ഞെന്ന് പറഞ്ഞ് നിനക്കെതിരെ പോക്സോ കേസ് വരെ ഫയൽ ചെയ്യാനുള്ള നിയമം ഉണ്ടെന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് ഞാൻ നിന്നെ വിളിച്ച് നല്ല തെറിയാൻ വിളിച്ചത്. കാര്യം ആ തെറിയങ്ങ് തീരട്ടെന്ന് കരുതി. അല്ലെങ്കിൽ നിനക്കെതിരെ ഉണ്ടല്ലോ, നിനക്കെതിരെ ഈ വിഷയം പറയാതെ 2 പെൺകുട്ടികളെ അവരെ പേര് വെച്ചിട്ട് അവരെ സെക്ഷലി യൂസ് ചെയ്തെന്ന് നീ വിളിച്ചു പറഞ്ഞാണ് ചെയ്തത് കേട്ടോ. നിനക്ക് വിവരം പോകത്തില്ലെന്നുണ്ട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാനത് പറഞ്ഞു തരിക. അവിടെ ഈ വിഷയം ഇവിടെ കിട്ടോ. പിന്നെ നിനക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ഒരു സ്ഥലത്ത് പോലും ബിഗ് ബോസിൽ പോകുന്ന സ്ത്രീകൾ കടന്നു കൊണ്ടിട്ട് പോകുന്നവരാണെന്ന് അർത്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ബിഗ് ബോസിൽ പോകുന്ന പെൺകുട്ടികൾക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഒരുപാട് പേർ പരാതിപ്പെട്ടിട്ടുണ്ട്, എന്നോട് ചിലർ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പറഞ്ഞത്. അതിനെ എവിടെ നിന്നാണ് നീ ഇത്തരത്തിൽ വ്യാഖ്യാനിച്ചത്? ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ടിട്ടു. ഞാൻ പേരൂർ കട വന്നിട്ട് 3 പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തില്ല. പിന്നെ പോട്ടെ, ഞാൻ വരുന്ന അടിക്കുമ്പോഴേ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നിന്റെ നേരിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞത് എനിക്കൊന്ന് പ്രൂവ് ചെയ്ത് തരണമായിരുന്നു. ഞാൻ എവിടാണ് നിന്റെ അടുത്ത് നീ കേട്ടത്? ഞാൻ ഇങ്ങനെ പറഞ്ഞത് നീ എവിടാണ് കേട്ടത്? അതെനിക്കൊന്ന് പ്രൂവ് ചെയ്ത് തരണം. അതിനുവേണ്ടി മാത്രമാണ് നിന്റെ വീട്ടോട്ട് വരാൻ ഞാൻ വെച്ചത്. നീ ഫോൺ എടുത്തില്ല, പോട്ടെ, സാരമില്ല. ഞാൻ ഈ വിഷയം വിട്ടു. ഞാൻ നിന്നെ ഡയറക്റ്റ് വിളിച്ച് ചീത്തക്ക് ഞാൻ ഈ വിഷയം വിട്ടു. ഇല്ലെന്നുണ്ടെങ്കിൽ നിന്നെ തൂക്കിയെടുത്താനുള്ള എല്ലാ സാധനങ്ങളും നിന്റെ വിവരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കുക, 2 പെൺകുട്ടികൾക്കെതിരെ ആവശ്യമില്ലാതെ സംസാരിക്കുക, അമ്മയെ ചെയ്ത അമ്മയെ മോശക്കാരെ വിശദീകരിച്ചിട്ട് പറയുക. നിന്റെ 3 പേരും നിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എന്റെ ഭാര്യയും എന്റെ 2 മക്കളും എന്റെ അമ്മയും പൊതുമധ്യത്തിലേക്ക് സൈബർ ബുള്ളിങ്ങിന് വിധേയമായി. ഇത് മതി വകുപ്പിനകത്ത്. നീ അല്ലാതെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചോ? നീ